ആൽക്കഹോൾ അനോണിമസിൻ്റെ 12 പാരമ്പര്യങ്ങൾ. 1. നമ്മുടെ പൊതു നന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. 2. നമ്മുടെ ഗ്രൂപ്പിൻ്റെ നടപടികൾക്ക് ഒരേയൊരു പരമാധികാരിയേ ഉള്ളൂ, ഗ്രൂപ്പിൻ്റെ മനസ്സാക്ഷിയിൽ കൂടി സ്വയം വെളിപ്പെടുത്തുന്ന സ്നേഹനിധിയായ ഈശ്വരൻ. നമ്മുടെ നേതാക്കന്മാർ പക്ഷേ വിശ്വസ്ത സേവകരാണ്, അവർ ഒരിക്കലും ഭരിക്കുന്നില്ല. 3. കുടി നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് എയിൽ ചേരാനുള്ള ഒരു യോഗ്യത. 4. മറ്റു ഗ്രൂപ്പുകളെയോ അല്ല എ മുഴുവനെയോ ബാധിക്കുന്ന സംഗതികളൊഴിച്ച് ഓരോ ഗ്രൂപ്പും സ്വയംഭരണ രീതിയിലുള്ളതായിരിക്കണം. 5. മദ്യപാനം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രാഥമിക ഉദ്ദേശം. 6. ഓരോ എ ഗ്രൂപ്പും ഒരിക്കലും പുറമേയുള്ള സംരംഭങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയോ ധനപരമായി ഇടപെടുത്തുകയോ എയുടെ പേര് ബന്ധപ്പെടുത്തുകയോ ചെയ്യരുത്. അല്ലെങ്കിൽ ധനപരമോ വസ്തുപരമോ അഭിമാനപരമോ ആയ കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കും. 7. ഓരോ എ ഗ്രൂപ്പും പൂർണ്ണമായും സ്വയം പര്യാപ്തത പാലിക്കുന്നതോടൊപ്പം പുറമെ നിന്നുള്ള സാമ്പത്തിക സഹായം നിരസിക്കുകയും ചെയ്യണം. 8. പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു തൊഴിലാവരുത്. എങ്കിലും സേവാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ശമ്പളക്കാരെ നിയമിക്കാം. 9. ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനമാക്കരുത്. പക്ഷേ സേവിക്കപ്പെടുന്നവരോട് നേരിട്ട് ഉത്തരവാദിത്വമുള്ള സേവന ബോർഡുകളോ കമ്മിറ്റികളോ രൂപീകരിക്കാവുന്നതാണ്. 10. പുറമേയുള്ള തർക്ക വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് യാതൊരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് പൊതു പ്രശ്നങ്ങളിലേക്ക് എയുടെ പേര് വലിച്ചിഴക്കപ്പെടുവാൻ ഇടവരുത്തരുത്. 11. എയുടെ പൊതുജന സമ്പർക്ക രീതി അടിച്ചേൽപ്പിക്കുന്ന തരം എന്നതിലുപരി ആകർഷിക്കുന്ന രീതിയിലുള്ളവയായിരിക്കണം. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സിനിമ എന്നീ തലങ്ങളിൽ നാം എപ്പോഴും വ്യക്തിപരമായ അനാമധേയത്വം പാലിച്ചിരിക്കണം. 12. അനാമധേയത്വം നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളുടെയും ആത്മീയ അസ്ഥിവാരമാണ്. വ്യക്തികൾക്ക് മുമ്പിൽ തത്വങ്ങൾ പ്രതിഷ്ഠിക്കുവാൻ അവ നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു.